Welcome back to Bosco Campus Vision. This is the 26th lecture of Web Design and Production for Business. Topic Text Formatting Part 2. The text formatting tags are alignment, heading tags, bold, italics and underline tag, strike through, font tag, superscript and subscript, marquee, small, big and mark. കഴിഞ്ഞ ലെക്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ കുറേ ടാഗുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ അകത്തത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് മാർക്യൂ ടാഗാണ്. An HTML marquee is a scrolling piece of text displayed either horizontally across or vertically down your web page depending on the settings. This is created by using opening marquee tag and also closing marquee tag. അതായത് ഈ മാർക്യൂ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എഴുതുന്ന ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടി, യൂസേഴ്സിന് പെട്ടെന്നൊരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്നു കണ്ടൻറ്റ്. ഈ മാർക്യൂ എന്നുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗിൻ്റെ അകത്ത് മാർക്യൂവിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നു. അതായത് ഒന്നുകിൽ നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ അല്ലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ, അല്ലെങ്കിൽ എന്താണ് സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടോ, നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ്, കളറുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് എത്ര വട്ടം നമുക്കത് എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്ത് പോകണം എന്നുള്ള ലൂപ്പിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് അട്രിബ്യൂട്ട്സ് ഉണ്ട് എന്തിന്, മാർക്യൂവിന്. ഇപ്പോൾ ബേസിക് എങ്ങനെയാണ് ഒരു മാർക്യൂ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ദിസ് ടാഗ് കണ്ടെയ്ൻസ് ദ ആട്രിബ്യൂട്ട് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ ഡയറക്ഷൻ ഫ്ലോ ഓഫ് ക്യാരക്ടേഴ്സ്. ദ വാല്യൂസ് ആർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതായത് ലെഫ്റ്റിൽ നിന്ന് പോകണോ റൈറ്റിൽ നിന്നാണോ ഇത് മൂവ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട്. അതായത് മാർക്യൂ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചാണ്, MARQUEE, അതാണ് മാർക്യൂ. മാർക്യൂ യൂസ് ചെയ്യുമ്പം നോർമൽ ഒരു കണ്ടൻറ്റിൽ നിന്നും ഇതിങ്ങനെ മൂവ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു കണ്ടൻറ്റാണെങ്കിൽ പെട്ടെന്ന് യൂസേഴ്സിന് എന്ത് ചെയ്യുന്നു, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. ആ വേർഡോ അല്ലെങ്കിൽ ആ പ്രത്യേകമായിട്ടുള്ള ആ സെൻറ്റൻസോ കണ്ടൻറ്റ് ഏതാണെന്ന് നമുക്ക് യൂസേഴ്സിന് പെട്ടെന്ന് എന്താണ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും. അതിനാണ് ഈ മാർക്യൂ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സ്മോൾ ടാഗ്. The small element is used to make the text smaller. The text that needs to be displayed smaller should be written inside small and closing tag. അതായത് സ്മോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ നോർമൽ കണ്ടൻറ്റിൽ നിന്നും ഈ സ്മോൾ എന്ന് പറഞ്ഞാൽ കൊടുത്ത ടാഗിൻ്റെ അകത്ത് എഴുതുന്ന കണ്ടൻറ്റ് എന്തായിരിക്കും, ഒരു സൈസ് കുറവായിരിക്കും. അതായത് ഇപ്പം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് കൊടുത്തു, ഈ ടെക്സ്റ്റ് എന്നുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തതിൻ്റെ അകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്മോൾ ഓപ്പണിംഗ് ടാഗ് സ്മോളും ക്ലോസിംഗ് ടാഗ് സ്മോളിൻ്റെ അകത്താണ് എന്ത് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തത്. നോർമൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് എഴുതി, ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് എന്തായിരിക്കും, ഒരു സൈസ് കുറവായിരിക്കും. മാർക്ക് ടാഗ്. It is also possible to highlight a text in HTML using the mark tag. It is opening tag mark and a closing tag mark. ഈ മാർക്ക് ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ്, ഈ മാർക്ക് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് കൊടുക്കുന്ന കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, ഒരു മാർക്ക്, അതായത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഒരു പ്രത്യേക ഒരു കളർ കൊണ്ട് അതിനെ ആ കണ്ടൻറ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതിനെയാണ് മാർക്ക് ടാഗ് എന്ന് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Possible to highlight a text in HTML using which tag? Mark tag. Next is big tag. The HTML big tag makes text one font size bigger in the HTML document. This tag is also commonly referred to as the big element. Example ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ബോഡി പാരഗ്രാഫ് എന്നുള്ളതിന് P കൊടുത്തു. This is a paragraph and ബിഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തേക്കുക. ബിഗർ ടെക്സ്റ്റ് ഗോസ് ഹിയർ. അതായത് ഈ ബിഗർ ടെക്സ്റ്റ് ഗോസ് ഹിയർ എന്നുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് സൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. മനസ്സിലാവുന്നുണ്ടോ?
പി ക്ലോസ് ചെയ്തു, പാരഗ്രാഫിൻ്റെ പി ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. ഇപ്പോൾ എങ്ങനെയായിരിക്കും? ദിസ് ഈസ് എ പാരഗ്രാഫ് ആൻഡ് എന്നുള്ളത് നോർമൽ ടെക്സ്റ്റിൽ വരും. ബിഗ്ഗർ ടെക്സ്റ്റ് ഗോസ് ഹിയർ എന്നുള്ളത് അതിൽ നിന്നും കുറച്ചുകൂടെ സൈസ് വലുതായിട്ടായിരിക്കും ആ കണ്ടൻറ്റ് കാണുന്നത്. അപ്പോൾ സ്മോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നോർമൽ സൈസിൽ നിന്നും ഒരു സൈസ് കുറവായിട്ടായിരിക്കും ആ സ്മോൾ ടാഗിൻ്റെ അകത്ത് എഴുതുന്ന കണ്ടൻറ്റും. ബിഗ് എന്ന് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നോർമൽ കണ്ടൻറ്റിൽ നിന്നും ഒരു സൈസ് കൂടുതലായിരിക്കും. ഒരു സൈസ് കൂടുതലായിരിക്കും എന്ത് കാണുന്നത്? ആ കണ്ടൻറ്റ്, ബിഗ് എന്ന് എഴുതുന്ന ടാഗിൻ്റെ അകത്ത് എഴുതുന്ന കണ്ടൻറ്റ്. ഈ ഫോർമാറ്റിംഗ് ടാഗുകളെല്ലാം കണ്ടെയ്നർ ടാഗുകളാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗുകളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ടാഗുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു എക്സാമ്പിളാണ് കാണിച്ചേക്കുന്നത്. നോക്കിയേ, ശ്രദ്ധിച്ചോണം. ഓരോ ലൈനും HTML, ഹെഡ്, ടൈറ്റിൽ ഞാൻ കൊടുത്തേക്കുന്നത് ഫോർമാറ്റിംഗ് ടാഗ് എന്ന്. ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. നോക്കി അലൈൻമെൻറ്റ്, ഫസ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തേക്കുക, സെൻറ്റർ, ദിസ് ഈസ് അലൈൻഡ്. എവിടെ ആയിരിക്കും? സെൻറ്ററിൽ പോയി അത് കിടക്കും. ഇനി 6 ഹെഡിങ് ടാഗുകളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹെഡിങ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസിൻ്റെ അകത്ത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഹെഡിങ് ടാഗുകൾ കൊടുത്തേക്കുകയാണ്. H1, H2, H3, H4, H5, H6. ദെൻ ബോൾഡിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ടാഗിൻ്റെ അകത്ത് ബോൾഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നു. പിന്നെ എന്താണ്? ഇറ്റാലിക്സ് ഐക്കകത്ത് കൊടുത്തേക്കുന്നു, അണ്ടർലൈൻ കൊടുത്തേക്കുന്നു, യുവിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നു. ഒരു ബ്രേക്ക് കൊടുത്ത് എന്താണ്? അടുത്ത ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് കൊടുത്തു. ഇനി സ്ട്രൈക്ക് എന്താ? സ്ട്രൈക്ക് ത്രൂ എന്ന് എഴുതിയ കണ്ടൻറ്റിൻ്റെ എന്താണ്? ഒരു ലൈൻ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ക്രോസ് ലൈൻ അവിടെ വരുന്നു. ഇനി അടുത്ത കൊടുത്തേക്കുന്നത് നോക്കിയേ, ഫോണ്ട് ഫേസ് ഈക്വൽ ടു ഏരിയൽ, സൈസ് ഈക്വൽ ടു 3, കളർ ഈസ് ഈക്വൽ ടു റെഡ്. അതായത് ചേഞ്ച് ദ ഫോണ്ട് എന്നാണ് ഞാൻ കണ്ടൻറ്റ് കൊടുത്തേക്കുന്നത്, ഫോണ്ട് ക്ലോസ് ചെയ്ത്. അപ്പോൾ ചേഞ്ച് ദ ഫോണ്ട് എന്നുള്ള കണ്ടൻറ്റിൻ്റെ കളർ റെഡായി, സൈസ് 3 ആയി, ഏരിയൽ ഫേസിലായിരിക്കും എനിക്ക് വരുന്നത്. ഇനി അടുത്ത സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർസ്ക്രിപ്റ്റിന് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 21. ST കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ചേ, SUP എന്നുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും ടാഗിൻ്റെ അകത്താണ് ഞാൻ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടി കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ ഈസ് H2O. ആ 2 ഞാൻ കൊടുത്തേക്കുന്നത് എന്തിനാണ്? സബ്സ്ക്രിപ്റ്റിൻ്റെ അകത്ത്. ദെൻ മാർക്യു, വെൽക്കം എന്നുള്ള മാർക്യു ഞാൻ എന്ത് ചെയ്തു? മാർക്യു എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുത്തു, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗിൻ്റെ അകത്ത് കൊടുത്തു. ഇനി അടുത്ത് ദിസ് ഈസ് എ സ്മോൾ എന്നുള്ള ആ വേർഡ് എന്ത് ചെയ്തു? ഒരു സൈസ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ സ്മോൾ എന്നുള്ള കണ്ടൻറ്റിൻ്റെ അകത്ത് കൊടുത്തു. അടുത്ത് എന്താ? ദിസ് ഈസ് ബിഗ് ടാഗ് എന്ന് അറിയത്. അതേ ആ ബിഗ് എന്നുള്ള വേർഡ് എന്ത് ചെയ്തു? ഒരു നോർമൽ സൈസിൽ നിന്നും ഒരു സൈസ് കൂടുതലായിട്ട് വരുന്നു. ദെൻ ദിസ് ഈസ് മാർക്ക്. ആ മാർക്ക് എന്ന് എഴുതിയ എന്ത് ചെയ്യുന്നു? അവിടെ എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാർക്ക് എന്നുള്ളത് കൊടുത്തു. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്? ഫോർമാറ്റിംഗ് ടാഗുകളുടെ പ്രോഗ്രാമാണ് കാണിച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് നോർമലായിട്ട് എങ്ങനെയാണ്. അതായത് ചെറിയ കണ്ടൻറ്റുകൾ ഞാൻ കൊടുത്തേക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റൺ ചെയ്യാൻ പോവുകയാണ്, എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നോക്കാം. നോക്കിയേ, ദിസ് ഈസ് ടെക്സ്റ്റ് അലൈൻഡ്. ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നോക്കിയേ, ദിസ് ഈസ് ടെക്സ്റ്റ് അലൈൻഡ്. കണ്ടോ? സെൻറ്ററിൽ പോയി കിടന്നു. പിന്നുള്ള 6 ഹെഡിങ് ടാഗുകളുടെ ഡിഫറൻസ് കണ്ടോ? 6 എണ്ണം. ശ്രദ്ധിക്കണേ, 6 ഹെഡിങ് ടാഗുകൾ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹെഡിങ്. H1 കൊടുത്തപ്പോൾ വലിയ സൈസിൽ വന്നു. ഏറ്റവും താഴെ ദിസ് ഈസ് ദ 6th ഹെഡിങ്, അതായത് 6ാമത്തെ H6 കൊടുത്തപ്പോൾ അതിൻ്റെ ഓരോരോ സൈസ് കുറഞ്ഞേക്കുന്നത് നിങ്ങൾ കണ്ടോ? പിന്നെ റൈറ്റ് ത്രൂ എന്നുള്ളത് ശ്രദ്ധിച്ചേ. നെക്സ്റ്റ് ത്രൂ കൊടുക്കുന്ന ഒരു ക്രോസ് ലൈൻ അവിടെ വന്നേക്കുന്നു. പിന്നെ ഞാൻ ഫോണ്ടാണ് കൊടുത്തിരുന്നത്, ഓർമ്മയുണ്ടോ? ചേഞ്ച് ദ ഫോണ്ട്. എന്താ? റെഡ് കളറിൽ വന്നു, ഏരിയൽ ഷേപ്പ് ഇതിൽ ഫേസിൽ വന്നു, പിന്നെന്താണ്? സൈസ് 3 ആയി. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തപ്പോൾ കണ്ടോ? 21 ജൂലൈ. 21 കഴിഞ്ഞിട്ട് ST ഒന്ന് മുകളിലായി. ദെൻ കെമിക്കൽ ഫോർമുല ഓഫ് വാട്ടർ ഈസ് H2O. എന്താണ്? ആ 2 ഞാൻ സബ്സ്ക്രിപ്റ്റിലായിരുന്നു കൊടുത്തത്, 2 ഒന്ന് താഴെയായി. മനസ്സിലാവുന്നുണ്ട്? ഇനി മാർക്യു ആണ് തൊട്ട് താഴെ. ഈ വെൽക്കം എന്ന് മൂവ് ചെയ്തേക്കുന്നത് കണ്ടോ? അതാണ് മാർക്യു ടാഗ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ സ്മോളും ബിഗും മാർക്കും യൂസ് ചെയ്തേക്കുന്നത്. മാർക്ക് കണ്ടോ? ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കണ്ടൻറ്റ് കാണിക്കും. അപ്പോൾ ഇത്രയായിരുന്നു എന്താണ് ബേസിക് ഫോർമാറ്റിംഗ് ടാഗുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രോഗ്രാം.
ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലെക്ചറിൽ നമ്മളെവിടാണോ നിർത്തിയത്, നിങ്ങളെവിടാണോ നോക്കി നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഫോർമാറ്റിംഗ് ടാഗുകൾ വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതായത് മാർക്ക് തൊട്ട് പിന്നീടുള്ള നോട്ട്സിൻ്റെ അകത്ത് ഇത് രണ്ടുകൂടെ ചേർത്താണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടാഗ്. അതായത് കഴിഞ്ഞ ലെക്ചറിൻ്റെ അകത്ത് എവിടാണോ എഴുതി നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ട് മാർക്ക് തൊട്ട് വേണം അതിൻ്റെ കൂടെ എഴുതി. ഇത് രണ്ടുകൂടെ 2 ലെക്ചറിലൂടെ ചേർത്ത് ഒരൊറ്റ ക്വസ്റ്റ്യനായിട്ട് വേണം എഴുതി അയക്കാൻ. ഈ ഫോർമാറ്റിംഗ് ടാഗുകളെല്ലാം പഠിക്കേണ്ടതാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പം. അതായത് ലാബ് എക്സാമിനാണെങ്കിൽ പോലും പ്രോഗ്രാം ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടാഗുകളാണ് ഇത്രയും.